ലൂക്കായുടെ സുവിശേഷം 1:35 നാം വായിച്ചു കേട്ടത്. അതിന് ദൂതൻ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. The Holy Spirit will come upon you, and the power of the Most High will overshadow you. So the Holy One to be born will be called the Son of God. ആമേൻ. കർത്താവായ യേശു ക്രിസ്തു ദൈവപുത്രനായി മക്കൾ ജഡരക്തങ്ങളോടുകൂടെ ആയതുകൊണ്ട് അവൻ അതേ ജഡത്തിൽ ഈ ലോകത്തിൽ ജനിക്കുവാൻ ഈ മറിയെ ദൈവം തെരഞ്ഞെടുക്കുന്നു. God is choosing Mary to give birth to Jesus because God is going to be born in flesh, because the children are of flesh and blood. So he's going to be born as flesh and blood. മറിയ സാധാരണ മറിയൊന്നും അല്ല കേട്ടോ. സാധാരണ ഒരാളെ ഒന്നും ദൈവം അങ്ങനെയൊന്നും തിരഞ്ഞെടുക്കത്തില്ല. Mary was not an ordinary woman. Otherwise, God wouldn't select like that. വളരെ ദൈവഭയമുള്ളതും വളരെ താഴ്മയുള്ളതും എന്നാൽ തൻ്റെ കന്യകത്വത്തെ കാത്തു സൂക്ഷിക്കുന്നതുമായ ഒരു യൗവനക്കാരിയായിരുന്നു മറിയ. Mary was a special person in the eyes of the Lord because she had great fear of God. She lived according to that fear in her everyday life, full of humility, very humble, and living a pure life. ലോക സ്ഥാപനത്തിനു മുൻപേ ഈ ദൈവപുത്രൻ ലോകത്തിൽ വരണം, അതൊരു കന്യകയിൽ കൂടെ ആയിരിക്കണമെന്നുള്ള ദൈവത്തിന്റെ പദ്ധതി നടപ്പാക്കുവാൻ ഈ മറിയ ദൈവം അതിനു വേണ്ടി ഇവിടെ എന്ത് ചെയ്തതാ? ഇവിടെ ജനിപ്പിച്ചതാ, ഇവിടെ ഈ ലോകത്താക്കിയതാ മറിയെ അതിനു വേണ്ടി മാത്രം. Mary was born for this great purpose, so that God can be born as Jesus into the earth. To carry out that big purpose was Mary born. ഹല്ലേലൂയ. ആ മറിയ മാത്രമേ ആ ഒരു റോളിലേക്ക് വരാൻ പറ്റത്തുള്ളൂ, വേറെ ആരും പറ്റത്തില്ല. And only Mary is capable of or was fit to come to that position according to the Lord. Nobody else could do that. ഇന്നലെ വൈകിട്ട് നാം ധ്യാനിച്ചപ്പോൾ പറഞ്ഞു, ദൈവത്തിന് ഒരു പദ്ധതി, ഒരു ഉദ്ദേശം നിവൃത്തിയാക്കാൻ ഒരു ചിലരെ ദൈവം നിർണയിച്ചിട്ടുണ്ട്, ദൈവം തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. അവരിലൂടെ മാത്രമേ ദൈവം എന്ത് ചെയ്തിട്ടുള്ളൂ? ആ കാര്യം ചെയ്തെടുക്കത്തുള്ളൂ. God has already selected certain people to accomplish certain things, certain purposes in life, and it is through those people that God accomplishes those things. അതിന്റെ അർത്ഥം ബാക്കിയുള്ളവർ ഒഴിവാക്കുന്നല്ല, ബാക്കിയുള്ളവർക്കും അവർ ചെയ്യേണ്ടതായിട്ടുള്ള ചില ഡ്യൂട്ടിയുണ്ട്, അത് അവർക്ക് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതതിന്റെ അർത്ഥം. When God selects a person, that does not mean he is not doing anything with the others. Everybody has a special role in the eyes of the Lord. ഹല്ലേലൂയ. മോശയെ, ഇസ്രായേൽ ജനത്തെ മിസ്രയീമിൽ നിന്ന് വിടുവിച്ചു കൊണ്ടുവരുവാൻ മോശയ്ക്ക് മാത്രമേ കഴിയുകയുള്ളൂ. അവൻ എത്ര വീക്കാണെങ്കിലും എത്ര എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞാലും അവനെയാണ് ദൈവം അതിനുവേണ്ടി എന്ത് ചെയ്തത്? നേരത്തെ മുതലേ തീരുമാനിച്ചു വെച്ചത്. God had ordained or predestined Moses to lead them as the leader, to lead them out of Egypt, Israelites. So even though however Moses explained himself as being weak or can speak or stuttering or whatever issue was, it doesn't matter. The eyes of the Lord, only Moses was going to be able to do that. ഇന്നലെ നാം പറഞ്ഞു, നമ്മൾ ഓരോരുത്തരെ കുറിച്ചും ദൈവത്തിന് നമ്മളിലൂടെ ചില കാര്യങ്ങൾ ചെയ്തെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. We talked about it yesterday. God has great purpose to be done, to be accomplished through each and every one of us. അതായിരിക്കണം നമ്മുടെ ചിന്തയിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ടത്. That should be in our head all the time. ഹല്ലേലൂയ. കർത്താവ് പ്രാർത്ഥന പഠിപ്പിച്ചപ്പോൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞൊരു വിഷയത്തിൽ ഒരു വാചകം നമ്മൾ ഓർക്കുന്നുണ്ടോ? എന്താ? പിതാവേ, സ്വർഗത്തിലെ പോലെ നിന്റെ ഇഷ്ടം ഭൂമിയിലുമാകണമേ എന്നാ പ്രാർത്ഥിക്കാൻ. ഓരോരുത്തരും പ്രാർത്ഥിക്കുമ്പോൾ അങ്ങനെ പ്രാർത്ഥിക്കാനാ പറഞ്ഞത്. സ്തോത്രം. When Jesus taught disciples how to pray, our Father in heaven, in that prayer, he said, Father, thy will be done on earth as it is in heaven. So whenever each of us pray, that should be in our minds, that God's will be done through our lives on this earth. ഞാനൊരു 3-4 ദിവസമായിട്ട് ആ പ്രാർത്ഥന, ആ കർത്താവിന്റെ പ്രാർത്ഥന എൻ്റെ മനസ്സിലേക്ക് എപ്പോഴും ഇങ്ങനെ കടന്നു വരിക. മീൻസ് അതേക്കുറിച്ച് ധ്യാനിക്കാനും ചിന്തിക്കാനായിട്ട് ഇങ്ങനെ ഒരു അവസരം ദൈവം തരുവാണ് എനിക്ക്. ഇപ്പോഴും അതേക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. 3-4 days I've been thinking about this, the Lord's Prayer.
it just comes to my mind, the Lord's Prayer. കത്തോലിക്ക സഭയിലായിരുന്നപ്പോൾ ദിവസവും അത് അങ്ങ് പ്രാർത്ഥിക്കുമായിരുന്നു, എല്ലാവരും പ്രാർത്ഥിക്കുമായിരുന്നു. In the Catholic Church, everybody prays that prayer. അവർ അതിന്റെ അർത്ഥമൊന്നും അറിയില്ല, പക്ഷെ പഠിപ്പിച്ചുകൊണ്ട് അങ്ങ് പ്രാർത്ഥിക്കുമായിരുന്നു. Everybody prays that Our Father in Heaven. പെന്തക്കോസ്ത് വന്നേ പിന്നെ അത് പ്രാർത്ഥനയൊന്നുമില്ല. Once you come to Pentecost, you don't pray that prayer like everybody. അതിന് വളരെ അർത്ഥമുണ്ട് കേട്ടോ ആ പ്രാർത്ഥനയ്ക്ക്. There is a lot of meaning and depth. ദൈവം അനുവദിച്ചാൽ ആ പ്രാർത്ഥന മാത്രം ഒരു ബൈബിൾ സ്റ്റഡി ആയിട്ട് നടത്താൻ ദൈവത്തിന്റെ ആത്മാവ് എനിക്ക് ഇങ്ങനെ ഹേമിപ്പിച്ചുകൊണ്ടിരിക്കുക. സ്തോത്രം. If God be willing, we will learn about that prayer, just that prayer, as a Bible study. അത് കത്തോലിക്കരുടെ പ്രാർത്ഥനയെന്നും പറഞ്ഞ് വിട്ടുകളഞ്ഞു. Pentecostals actually don't use that prayer as if it was just Catholic prayer. അതൊന്ന് വായിച്ചു നോക്കിക്കൊന്ന് ഇരുത്തി ആ കർത്താവ് ശിഷ്യന്മാരെ പഠിപ്പിച്ച ആ പ്രാർത്ഥനയുടെ കുറച്ചേ ഉള്ളൂ, വളരെ അർത്ഥവത്തായിട്ടുള്ള നമുക്ക് വേണ്ടതായിട്ടുള്ള കാര്യം മാത്രമേ അതിൻ്റെ അകത്തുള്ളൂ. സ്തോത്രം. The prayer that Jesus taught disciples, it's very meaningful, it's very deep, even though it's a very short prayer, it is very deep and rich in meaning. ഓക്കെ, അത് നമുക്ക് അതിലേക്ക് പിന്നെ കിടക്കാം. സ്വർഗസ്ഥനായ പിതാവേ, അങ്ങയുടെ ഇഷ്ടം പോലെ സ്വർഗത്തിൽ അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ ഭൂമിയിലും ആകണമേ എന്ന അതിനകത്തുള്ള ഒരു വാചകം. One verse in that, one sentence in that prayer is, Our Father in heaven, that thy will be done on earth as it is in heaven. അങ്ങനെ പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട്? How many of us? നമ്മൾ പലപ്പോഴും മറന്നുപോയില്ല അത് പ്രാർത്ഥിക്കും. How many of us pray like that? We usually don't pray that. ഒരു ദിവസം കർത്താവ് ദാനമായി തരുന്നുണ്ടെങ്കിൽ, ദൈവമേ ഇന്ന് എന്നെ കുറിച്ച് നീ സ്വർഗത്തിൽ എന്താണോ ആഗ്രഹിക്കുന്നത് അത് ഈ ഭൂമിയിൽ എന്റെ ജീവിതത്തിൽ നിറവേറട്ടെ, അതതിന്റെ അർത്ഥം. സ്തോത്രം. അത് മാത്രം എന്റെ ജീവിതത്തിൽ ഇന്നത്തെ ദിവസം നിറവേറട്ടെ. If you give me one day, when you are awake one day, you have that one day, you have to pray whatever God you will to happen in my life, whatever you will to happen in my life in heaven, let that be happening on this earth while I am here. ഹല്ലേലൂയ. നമ്മൾ ഓരോരുത്തരെയും ദൈവം വിളിച്ചു വേർതിരിച്ചു. നമ്മളിലൂടെ ഓരോരുത്തരിലൂടെയും ചില കാര്യങ്ങൾ ദൈവത്തിന് ഇവിടെ ചെയ്യാനായിട്ടുണ്ട്. God has certain things to do through each of our lives. അതുപോലെയാണ് മറിയയും യോസഫിനെയും ദൈവം തെരഞ്ഞെടുത്തത്. That is how God selected Joseph and Mary. എന്തിനു വേണ്ടി? ഈ സുവിശേഷമാകുന്ന യേശുവിനെ ലോകത്തിലൊന്ന് കൊണ്ടുവരുവാൻ, ഈ ലോകത്തിലൊന്ന് എന്താ പറയാ ജനിപ്പിക്കുവാൻ, ആ യേശുവിനെ ഒന്ന് സൂക്ഷിക്കാൻ 30 വയസ്സ് വരെ ഒരു ഭവനം ആവശ്യമായിരുന്നു, ഒരു അപ്പനും അമ്മയും ആവശ്യമായിരുന്നു. അത് ആ പദ്ധതിക്ക് വേണ്ടി അനാദികാലം മുതൽ മുമ്പേ ദൈവം തെരഞ്ഞെടുത്തതാണ് ആര്? മേരിയും യോസഫും. If you look at that sense, God wanted to bring Jesus. It was predestined. It was predestined before the foundations of the earth that God wanted to bring Jesus onto this earth as a savior. So in order for Jesus to be born, God needed a Mary and Joseph. Hallelujah. To be parents, to keep Jesus, to give birth and to keep Jesus for 30 years. അവരുടെ മേൽ ദൈവം സ്വർഗത്തിൽ എന്ത് ആഗ്രഹിച്ചോ അത് അവരിവിടെ പൂർത്തിയാക്കി പോയി. Whatever God desired for Mary and Joseph in their lives, they did that in their life while they were on earth, and they finished their mission. They were gone. ഇനി അത് നമ്മുടെ കയ്യിലേക്ക് കൈമാറിയിരിക്കുക. Now that is handed over to us. എന്താ കൈമാറിയിരിക്കുന്നത് ഇപ്പോ? What is the mission that we have? റിലേ മത്സരം കണ്ടിട്ടില്ല? ഓട്ടം, ഒരു ചെറിയ കോലും കയ്യിൽ വെച്ചിട്ട് ഓടി ഒരുത്തനോട് ഒരുങ്ങി നിൽക്കും, ഇതുകൊണ്ട് കൈമാറും, അതുകൊണ്ട് ഓടി എത്തണം. ഈ ആത്മീയ ജീവിതം എന്ന് പറഞ്ഞ ഒരു റിലേ ആണ്. സ്തോത്രം. ചില കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ കൊണ്ട് തന്നിരിക്കുക, നമ്മൾ നമ്മുടെ ഓട്ടം ഇതും കൊണ്ട് ഓടി തകയ്ക്കണം നമ്മുടെ ഓട്ടം. സ്തോത്രം. ട്രാക്ക് തെറ്റാൻ പാടില്ല. It's like a relay race. Have you seen a relay race? If somebody is running and then the baton is handed over to a new person, and then they will run, and then they will give it over to somebody else. It's relayed. Praise the Lord. And you have to reach your destination. നമ്മുടെ ഓരോരുത്തരുടെയും കയ്യിൽ ഒരു വടി കിട്ടിയിരിക്കുക, ഒരു സുവിശേഷം കിട്ടിയിരിക്കുക. അതിനെ നമ്മൾ എന്ത് ചെയ്യണം? ഓട്ടം തികയ്ക്കണം. അത് ആമേൻ ഓടേണ്ടുന്ന രീതിയിൽ. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ഓട്ടക്കളത്തിൽ ഓടുന്നവൻ അനേകർ ഓടുന്നുവെങ്കിലും ബിരുദ പ്രാപിക്കുന്ന ഒരുവനത്രേ അത് ലഭിക്കാൻ തക്കവണ്ണം ഓടുവിൻ. Apostle Paul saying, even though many run in a race, only one person actually wins. So if you are running, you should be running in a way that you will win the prize. Praise the Lord. മറിയയുടെ ഓട്ടം റിലേ മത്സരം തീർത്തു, കറക്റ്റായിട്ട് തീർത്തു. സ്തോത്രം. Mary completed her role, her part in that relay race.
ജോസഫിന്റെയും തീർത്തു. Joseph did it perfectly. വളരെ വിശ്വസ്തരായിട്ട് തീർത്തു. They did it in a very perfect and എന്റെ faithful പൊന്നെ, way. ഇവർക്ക് ഇതുപോലെ അറിയായിരുന്നോ ദൈവപുത്രനെ ഈ മറിയെ കൂടെ ജനിക്കാൻ പോകുന്ന? മറിയ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. Mary would have just not even dreamed of something like that happening. God is being born through her into the earth. ജോസഫ് വല്ലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ ഇങ്ങനെ ഒരു ദൈവപുത്രന്റെ വളർത്തപ്പനാകാനുള്ള ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയെന്ന്? Joseph never would have thought. ഓർത്തിട്ടേ ഇല്ല. Joseph never would have thought that I am going to take care of as a father God himself on this earth. ഹല്ലേലൂയ. Hallelujah. നോക്കിക്കേ, മറിയ ഒരു ദിവസം ഇങ്ങനെ ദൈവഭക്തയായി വളരെ താഴ്മയോടൊക്കെ കൂടി ദൈവത്തെ ഭയപ്പെട്ട ന്യായപ്രമാണമൊക്കെ അനുസരിച്ച് ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരുന്നപ്പോ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്നൊരു ദൂതൻ പ്രത്യക്ഷനായി. Think about that in reality. Mary was a young girl in those times, obeying the law. She was living very faithfully and in purity in those days. കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. While unexpectedly an angel is appearing to Mary and said, Hail Mary, full of grace. പെട്ടെന്ന് പറയാ, നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും. And immediately the angel is saying, you're going to become pregnant, you're going to have a son. ഞെട്ടാതിരിക്കൂ. ഒരു സുപ്രഭാതത്തിൽ റൂമിനകത്തേക്ക് ഒരു ദൂതം വന്നിട്ട് പറയാ, നീ കന്യയായിട്ടിരിക്കുക, നീ ഗർഭം ധരിച്ച്. ഓ പിശാചിത എവിടെ നിന്ന് വന്നതാന്നല്ലേ പറയത്തുള്ളൂ. ഇതുപോലുള്ള പരിപാടിയും പറഞ്ഞുകൊണ്ട് വന്നു. സ്തോത്രം. കളിക്കേണ്ട കാര്യം വല്ലതും ആണോ? You know, ചിന്തിച്ചു നോക്കുന്നേ. നമ്മളിത് സാധാരണ ഇത് വായിക്കുമ്പോ ഒക്കെ വലിയ രസമാ. സ്തോത്രം. we now read it and we don't really understand the depth of the things that happened and what Mary went through. You know, you have to see it in the eyes through Mary. And Mary is living an ordinary life, not expecting an angel to appearing in those days, ages ago. And the angel is coming and telling you, you're going to be pregnant and you're going to have a son. And Mary is not married. So think about the things that she is singing. If this was somebody else would have said, oh, Satan, go away. You know, actually it's from Satan. They wouldn't think it's from God. മലാക്കി പ്രവചനം കഴിഞ്ഞ് 400 വർഷമാണ് ഈ ഇസ്രായേൽ ജനം ഒരു ദൈവശബ്ദം കേൾക്കാതിരിക്കുന്നത്. ദൈവം സംസാരിച്ചിട്ടേ ഇല്ല. അത് കഴിഞ്ഞ് After the prophet of Malachi, then they did not have a prophet. Until then, 400 years passed by without a prophet. They did not hear from God. ദൈവം സംസാരിച്ചില്ല അവരോട്. God never spoke to them after the prophet Malachi. ഇങ്ങനെ ദീർഘ സമയത്തിന് ശേഷം ഇതാ ദൈവം സംസാരിക്കാനായിട്ട് ആരംഭിച്ചു. That's 400 years. They never heard, and all on a sudden, God started speaking. ആരെങ്കിലും വിശ്വസിക്കുക എന്നോട് ദൈവം സംസാരിച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ ഇത്രയും നാള് സംസാരിക്കാത്ത ഇപ്പോഴാണ് നിന്നോട് ഇനി ദൈവം സംസാരിക്കുന്നത്? വീട്ടിൽ നിന്ന് പറച്ചു നടന്നു കാണും. If Mary, മിണ്ടാതെ പൊക്കോണം. when Mary said, you know, it was an angel who came to me and told me, no one would have believed that. No one would believe it. They would have mocked Mary, teased Mary. That's the truth. My goodness. കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. And the angel said, Hail Mary, full of grace. നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും, അവന് യേശു എന്ന് പേർ വിളിക്കണം. You will become pregnant, you will give birth to a son, you shall call him Jesus. അവനെ കുറിച്ച് പറയാം, അവൻ വലിയവനാകും. And he will be great. അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. He will be called the Son of the Most High. കർത്താവായ ദൈവം അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും. He will be the heir to the throne of David. അവൻ യാക്കോബ് ഗൃഹത്തിന് എന്നേക്കും രാജാവായിരിക്കും. He will be the king of the house of Jacob. അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞു. His kingdom will never end. It will be everlasting to everlasting. ഇത്രയാണ് ദൂതൻ പ്രത്യക്ഷപ്പെട്ട് സംസാരിക്കുന്നത്. This is what angel told Mary. മറിയ ദൂതനോട്, ഞാൻ പുരുഷനെ അറിയായികയാൽ ഇത് എങ്ങനെ സംഭവിക്കും എന്ന് ചോദിച്ചു. Mary asked the angel, I do not know man. How will this happen? ആരെ അറിഞ്ഞില്ല? യവനക്കാരൊന്ന് കേട്ടോ, ആരെ അറിഞ്ഞില്ല മറിയ? ഇപ്പോഴത്തെ തലമുറയുടെ ഇതെല്ലാം പറഞ്ഞ് സമ്മതിക്കൂ. ഈ 18-19 വയസ്സ് വരെ പറയുക, ഞങ്ങൾ പുരുഷനെ അറിഞ്ഞിട്ടില്ല, ഞങ്ങൾക്ക് ബോയ് ഫ്രണ്ടും ഇല്ല, ഗേൾ ഫ്രണ്ടും ഇല്ല. അത് അന്നത്തെ കാലമല്ലേ പാസ്റ്ററെ? ദൈവത്തിന് അന്നത്തെ കാലത്തും ഇന്നത്തെ കാലമൊക്കെ, ഇന്നത്തെ കാലമൊക്കെ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ന്യൂ ജനറേഷന്റെ പരിപാടിയൊന്നും ദൈവത്തിനില്ല. സ്തോത്രം. ഇന്ന് കുറെ ന്യൂ ജനറേഷൻകാർ ഇറങ്ങിയിട്ടുണ്ടല്ലോ. ദൈവം അങ്ങനെയൊന്നും പറഞ്ഞേന്നേ. അങ്ങനെ ചിന്തയുണ്ടോ ദൈവത്തിന്? ജനറേഷൻ മാറുമ്പോ നാട് ഓടുമ്പോ അത് ദൈവത്തിന് അങ്ങനെ പരിപാടിയില്ല. അത് നമ്മളാ കൂടുന്നത്. സ്തോത്രം. So Mary is telling, Mary told in response to the angel, Mary said, how shall this
happen? I do not know a man yet. Ah. So that means till that time Mary was a virgin. Mary did not have a boyfriend or anything like how people have now. വേണോ മക്കളെ? ദൈവത്തിന്റെ പദ്ധതി നടപ്പാക്കണമെങ്കിൽ മറിയെപ്പോലെയുള്ളവരെ ദൈവം അന്വേഷിക്കുക. സ്തോത്രം. If you want God's purpose to be fulfilled in your life, you have to maintain your purity. Praise the Lord. Then God's purpose will happen in your life. ദൈവം വിശുദ്ധനാണ്. God is holy. നമ്മളും വിശുദ്ധരായിരിക്കാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. You have to be holy, and that's what God wants and desires. ഇവിടെ ഇപ്പോൾ എൻഗേജ്മെന്റ് കഴിഞ്ഞിരിക്കുക. Here, Mary and Joseph now are engaged. എൻഗേജ്മെന്റ് കഴിയുന്നതിന് മുമ്പേ കറങ്ങാൻ പോകല്ലേ എല്ലാവരും? സ്തോത്രം. Before engagement, people go around. അതൊന്നും പരിപാടി നമ്മുടെ നടന്നിട്ടില്ല. സ്തോത്രം. കറക്കവുമില്ല, ഒരു പരിപാടിയില്ല. ഇവിടെ വളരെ പ്യൂർ ആയിട്ടിരിക്കുക. എൻഗേജ്മെന്റ് വിവാഹം കഴിഞ്ഞതിന് ശേഷമുള്ളൂ കൂടി വരവൊക്കെ. സ്തോത്രം. Here, നമ്മൾ വിചാരിക്കും ഇതൊക്കെ എന്റെ പൊന്നെ, ഇവരോട് ഇതൊക്കെ വളരെ വളരെ കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കണം കേട്ടോ. നമ്മളിത് പിള്ളേരാ, പിന്നെ ഞങ്ങൾ അത് നമ്മുടെ നാട്ടിലുള്ള പരിപാടിയാണ്. സ്തോത്രം. they have not come together. Even though they are engaged, they have not yet started living together. Like how they move out and live together here. So that is wrong. ജോസഫ് പറയാ, നമ്മുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞില്ല, ഇനിയിപ്പോ അവരോട് കൂടെ ഒന്നും വേണ്ടത്, നമുക്ക് കുറച്ചാൾ എവിടെയെങ്കിലും പോയി താമസം ഇല്ല. വളരെ പ്യൂർ ആയിട്ട് ജീവിച്ചു. So Joseph is not telling Mary that our engagement is over, we are going to get married anyway, so let's go and live somewhere together. Nothing of that kind, you know. കുറെ നാൾ ചാറ്റൊക്കെ ചെയ്ത് നോക്കാൻ, നമ്മൾ എങ്ങനെയുണ്ട്, നീ എങ്ങനെയുണ്ട്, ഞാൻ എങ്ങനെയുണ്ട്, സ്വഭാവമൊക്കെ ഒന്ന് പഠിക്കണ്ടേ. Let us chat and find out how you are, how I am, so we can find out how we are. Praise the Lord. Like that. Okay. ഈ സംഭവത്തിൽ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. ഈ മറിയ അത്രയും വിശുദ്ധയായി, അത്രയും താഴ്മയുള്ളവളായി, ദൈവഭയമുള്ളവളായി, ദൈവഭക്തിയുള്ളവളായി ജീവിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. So one thing we can understand is Mary lived a very faithful life, very humble life, obedient to the law, and a very holy life, a pure life. Praise the Lord. ഈ മറിയയുടെ അടുത്തേക്ക് ദൈവം ദൂതനെ വിടുകയാണ്. So now God is sending this angel to Mary. എന്നിട്ട് ദൈവത്തിന്റെ ആലോചന പറയുകയാണ്. And God is giving his counsel to Mary. മറിയക്ക് സംശയം, ഞാൻ പുരുഷനെ ഇതുവരെ അറിഞ്ഞിട്ടില്ല, ഇത് എങ്ങനെ സംഭവിക്കും? How will this be? Mary asked the angel, I'm still a virgin. എങ്ങനെ ഒരു വിശുദ്ധ പ്രജ എന്നിൽ നിന്നും പുറത്തു വരും? How can a holy nation come out of me? വിശുദ്ധ പ്രജ എന്നല്ല, ദൈവപുത്രൻ. വിശുദ്ധ പ്രജ, ദൈവപുത്രൻ എങ്ങനെ എന്നിൽ നിന്ന് ഉത്ഭവിക്കും? How will the Holy One to be called the Son of God will come out of me? ഹല്ലേലൂയ. അതിന്റെ മറുപടി എന്താണെന്നറിയാമോ? What is the answer to that? മറുപടി എന്താണെന്നറിയാമോ? What is the answer? പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. The Holy Spirit will come upon you. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. The Holy Spirit will come upon you. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. And the power of the Most High will overshadow you. ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. So the Holy One to be born will be called the Son of God. എങ്ങനെയാ ദൈവപുത്രൻ മറിയയിൽ ഉൽപാദിതമായതെന്നറിയാമോ? Do you know how the Son of God was formed in the womb of Mary? എങ്ങനെയാ വിശുദ്ധ പ്രജയായ ദൈവപുത്രൻ മറിയിൽ നിന്ന് പുറത്തു വന്നതെന്നറിയാമോ? Do you know how the Holy One came out of Mary? മനുഷ്യനാൽ അസാധ്യം, ദൈവത്തിന് സാധ്യം. It is impossible for man, but it's possible for God. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ നിഴലിട്ടാൽ നിന്റെ ഉള്ളിൽ നിന്നൊരു വിശുദ്ധ പ്രജ, ഒരു ദൈവപുത്രൻ വെളിയിൽ വരും. സ്തോത്രം. The Holy Spirit comes upon you and overshadow you. There will be a holy one that comes out of you. ഹല്ലേലൂയ. ഇപ്പൊ നമ്മളിൽ നിന്ന് എന്താ പുറത്തു വരണ്ടേ? So what shall come out of us? പറഞ്ഞേ, നിങ്ങളിൽ നിന്നും എന്നിൽ നിന്നും എന്താ പുറത്തു വരാൻ ദൈവം ആഗ്രഹിക്കുന്നേ? ദൈവപുത്രൻ. സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടുകൂടെ. അപ്പൊ നമ്മളിൽ നിന്നും ഒരു ദൈവപുത്രൻ, ഒരു വിശുദ്ധ പ്രജ വെളിയിൽ വരണം. സ്തോത്രം. So the creation is waiting for the sons of God to be revealed. Just like that, from that verse we can understand that sons of God has to be coming out of each and every one of us. ശ്രദ്ധിച്ചേ, നമ്മൾ ചിന്തിക്കുമ്പോ എന്നിൽ നിന്നൊരു വിശുദ്ധ പ്രജ പുറത്തു വരാനോ? How can a holy one come out of me? ഏത് നിമിഷം ഈ കോപപ്പെട്ടിരിക്കുന്ന എന്നിൽ നിന്നൊരു വിശുദ്ധ പ്രജയോ? I'm always upset, I'm always angry, I'm not
fine. How can a holy one come out of me? ഈ പഴയ മനുഷ്യൻ എന്നെ ഇങ്ങനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുക, അതിന്റെ ഇടയ്ക്ക് ഒരു വിശുദ്ധ ഹൃദയം. The natural man, the old man is always taunting me. How can a holy one come out of me? വിശുദ്ധ പ്രജ വെളിയിൽ വരുമോ? Will the holy one come out? വിശുദ്ധ പ്രജ വെളിയിൽ വരുമോ? Will the holy one come out? നമുക്ക് പുത്രന്മാരായി മാറ്റപ്പെടാൻ പറ്റുമോ? Can we become the holy one? ഇതെങ്ങനെ സംഭവിക്കും കർത്താവേ? How will this happen? സംഭവിക്കും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിട്ടാൽ. That will happen if the holy one will overshadow us. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വന്നാൽ, The Holy Spirit overshadow us and act upon us. ഈ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുവാൻ നീ ഒന്ന് സമർപ്പിച്ചാൽ, And if we surrender ourselves to be filled with Holy Spirit, this will happen. പരിശുദ്ധാത്മാവിൽ നിറവിൽ ജീവിപ്പാൻ ഒന്ന് സമർപ്പിക്കുകയാണെങ്കിൽ ഈ വിശുദ്ധ പ്രജ ഇതിന്റെ അകത്തുനിന്ന് വെളിയിൽ വരും. And if you submit yourself to live in the Holy Spirit, then this Holy One will come out of each and every one of us. ഹല്ലേലൂയ. Amen. മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. I hope you understood. മറിയയിൽ യേശു വിശുദ്ധ പ്രജ ജനിച്ചത് പരിശുദ്ധാത്മാവിനാലാണ്. Holy One was born inside, was conceived inside of Mary. It's because of the Holy Spirit acting upon Mary. ഹല്ലേലൂയ. റോമാലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു, നമ്മളെല്ലാവരും ദൈവപുത്രന്മാരായി വെളിപ്പെടേണ്ടവരാണ്. In the book of Romans, we read that we are all going to be revealed as sons of God. നമ്മളായിട്ടല്ല വെളിപ്പെടുന്നത്, നമ്മുടെ അകത്തുനിന്ന് ഒരു യേശു വെളിയിൽ വരണം. സ്തോത്രം. We are not going to be revealed as individual with our identities. Jesus Christ has to be revealed in us. നമ്മുടെ വീട്ടുപേരും നമ്മുടെ ഒരു കാര്യങ്ങളും വെളിപ്പെടുത്തില്ല. എന്താ വെളിപ്പെടണ്ടേ? It is not who we are, our identity, our house name, or nothing of that kind. It is Jesus Christ. യേശുവിന്റെ രൂപമുള്ള ഒരു ദൈവപുത്രൻ നമ്മൾ എല്ലാവരിൽ നിന്നും വെളിയിലേക്ക് വരണം. A son of man, son of God, in the image of Jesus Christ, has to be coming out of each and every one of us. അതിനു വേണ്ടിയിട്ടാ പരിശുദ്ധാത്മാവ്. That is why Jesus Christ has given us Holy Spirit. ഹല്ലേലൂയ. ഒരു ദൈവപുത്രൻ നമ്മളിൽ നിന്ന് വെളിയിൽ വരാൻ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടോ? Are we praying that a holy one, we shall be transformed into a holy? എന്റെ കർത്താവേ, എന്നിൽ നിന്നൊരു ദൈവപുത്രൻ വെളിയിൽ വരണമല്ലോ, യേശുവിന്റെ രൂപത്തിലുള്ള ഒരാൾ എന്നിൽ നിന്ന് വെളിയിൽ വരണമല്ലോ, അതിനുവേണ്ടി പരിശുദ്ധാത്മാവ് എന്റെ നിറവ് എനിക്ക് ആവശ്യമാണ്. I need the infilling of the Holy Spirit so that Jesus comes out of me. What comes out of me should be Jesus Christ, transformed image into Jesus. ഹല്ലേലൂയ. Hallelujah. പരിശുദ്ധാത്മാവിന് വേണ്ടി എപ്പോഴും പ്രാർത്ഥിച്ചോ. Always you have to pray and yearn for the Holy Spirit. ആത്മാവിൽ നിറഞ്ഞൊരു ജീവിതം ചെയ്യാൻ ആഗ്രഹിക്കണം. You have to have a desire to live a life led by Holy Spirit and filled with Holy Spirit. ആഗ്രഹമുള്ളവർക്ക് ദൈവം തരും. And when you have the desire inside of your heart, God will give it. ദാഹിക്കുന്നവർക്ക് ദൈവം കുടിക്കാൻ തരും. To whoever thirsts, God will fill. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ പരിശുദ്ധാത്മാവിലൂടെയാണ് നാം രൂപാന്തരപ്പെടുന്നത്. And it is through the Holy Spirit that we are transformed. രണ്ട് രൂപാന്തരം നമ്മുടെ ജീവിതത്തിൽ നടക്കണം. Two transformations have to happen. രണ്ട്. ഒന്ന് നമുക്കറിയാം, ശരീര രൂപാന്തരം. One, bodily transformation. ശ്രദ്ധിച്ചേ, കാഹളം ധ്വനിക്കും, ഈ താഴ്ചയുള്ള ശരീരം അവന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടും. ശരീര രൂപാന്തരത്തെ കുറിച്ച് നമ്മൾ ഭയങ്കര ബോധവാന്മാരാണ്. പക്ഷെ അതിനു മുമ്പ് ഓരോ ദിവസവും നടക്കേണ്ട വേറൊരു രൂപാന്തരമുണ്ട്, അതാണ് സ്വഭാവ രൂപാന്തരം. There are two transformations. Ah. This one is physical transformation, the bodily transformation that happens when the trumpet sounds. When the trumpet will sound, our body, our lowly bodies are going to be transformed into glorious bodies. That's one. And that will happen, and we are very much aware of it. But there is another transformation that needs to happen even before that. Every day, our character needs to be transformed. ഇത് ശ്രദ്ധിക്കുന്നുണ്ടോ? വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ശരീര രൂപാന്തരം കണ്ണമയ്ക്കുന്നതിന് ഇടയിൽ നടക്കും. The bodily transformation will happen in the flick of an eye. അല്ലേ? ശരീര രൂപാന്തരം നടക്കും. ഈ സൗണ്ട് Transformation. കണ്ണടച്ച് തുറക്കാൻ എത്ര സമയം? ഇത്ര സമയത്തിനുള്ളിൽ ഇത് പെട്ടെന്ന് രൂപാന്തരം. How long will it take for you to blink? കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് സ്വഭാവം രൂപാന്തരപ്പെടുന്ന ആരെങ്കിലും ഉണ്ടോ അവിടെ? In the blink of an eye, can our character be transformed? അത് ആകത്തില്ല, അത് ദൈവത്തിനും അറിയാം. അതുകൊണ്ടാണ് കുറച്ച് സമയം നമ്മളോട് ദീർഘക്ഷമ കാണിച്ച് കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിക്കാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ചിട്ട് നമ്മളോട്
ദീർഘക്ഷമ കാണിച്ചുകൊണ്ടിരിക്കുക. ഒന്ന് രൂപാന്തരപ്പെട്ട് അതിലൊന്ന് രൂപാന്തരം, ഇതിലൊന്ന് രൂപാന്തരം, എല്ലാത്തിലും ഒരേ രൂപാന്തരം. ഒന്ന് ക്രമീകരിച്ച് നമ്മൾ ദൈവത്തെ പോലെ ആയിത്തീരുമോ? നമുക്ക് മാറ്റാൻ പറ്റുമോ? നമ്മളെ പറ്റുമോ? അതാ ക്രിസ്തീയ ജീവിതം. അതിനുവേണ്ടി യേശു ഇങ്ങോട്ട് വന്നേ. സ്വത്രം. Like the bodily transformation, we know and God also knows. We cannot transform our character in the blink of an eye, in that time. So that is why Jesus has given us all this time. God has given us all this time so that we can be transformed. Slowly we can be transformed and into the image of Jesus. നമ്മൾ ഇന്നലെ വായിച്ചല്ലോ, യോസഫിനോട് ദൂതൻ വന്ന് രാത്രിയിൽ സംസാരിക്കുക. അവൻ തൻ്റെ ജനങ്ങളെ തങ്ങളുടെ പാവങ്ങളിൽ നിന്നും രക്ഷിപ്പാൻ ഇരിക്കൊണ്ട് അവന് യേശു എന്ന് പേര് വിളിക്കണം. പാവങ്ങളിൽ നിന്ന് രക്ഷിപ്പാൻ ഇരിക്കൊണ്ട് യേശു എന്ന് പേര് വിളിക്കണം. We know, we read yesterday, angel appeared in a dream to Joseph and said, because he is going to be saving people from sins, he shall be called Jesus. പാപത്തിൽ നിന്നും രക്ഷിപ്പാൻ ഇരിക്കൊണ്ട്. Because he was going to save people from sins. പാപത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ടോ? Are you saved from sins? കർത്താവ് രക്ഷിക്കുവാണെങ്കിൽ ഹാഫ് ആയിട്ടൊന്നുമല്ല രക്ഷിക്കുന്നത്. കർത്താവ് പൂർണ്ണമായിട്ടും രക്ഷിച്ചിരിക്കും. പകുതിയായിട്ടാണ് രക്ഷിക്കുന്നത്. Jesus will not save us like half. Jesus will save us completely. ശ്രദ്ധിക്കണേ, ആദാം മുതൽ വരുന്ന പാപം, പിന്നെ നമ്മൾ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പുള്ള പാപത്തിന് പരിഹാരമായിട്ട് അത് കഴിഞ്ഞിട്ടുള്ളതിനൊക്കെ വേണ്ടിയിട്ട് യേശു എന്ത് ചെയ്തു? അതിന് വില കൊടുത്തതാരാ? യേശു ക്രിസ്തു കാൽവരി ക്രൂശില് പ്രാശ്ചിത്തം, പാപപരിഹാരമായിട്ട് അവൻ മരിച്ചു. Jesus died on the cross of Calvary, a sacrifice for atonement of our sins. So it's already paid off. ഓക്കെ. എന്നാലും നമ്മുടെ അകത്ത് ഇപ്പോഴും പഴയ മനുഷ്യനുണ്ടല്ലോ. പഴയ മനുഷ്യന്റെ സ്വഭാവമാകുന്ന പാപങ്ങൾ. Even though those sins that we do willfully are paid off, then still that old man, the old natural man is inside of us. ആമേൻ. അതിനെ ഒതുക്കിയിരുത്താൻ എന്താ നമുക്ക് ആവശ്യം? അതിനെ ഒതുക്കിയിരുത്താൻ ആത്മാവിൽ ജഡത്തിന്റെ പ്രവർത്തികളെ. അപ്പൊ ആത്മാവ് എന്തിനാ? അന്യഭാഷ പറയാനല്ലല്ലോ. അല്ല കേട്ടോ, അതും പറഞ്ഞോ, കുഴപ്പമൊന്നുമില്ല. അന്യഭാഷ പറഞ്ഞിട്ട് ഇവനെ സ്ക്രൂ കൊടുത്ത് മരപ്പിച്ചിരുത്തിയില്ലെങ്കിൽ അന്യഭാഷ കൊണ്ട് ഒരു ഗുണവുമില്ല. So the old natural man is still inside of us. That is not going to die anytime soon. So we have to keep that old man under control from the sins that it is going to do. So this is why we have the Spirit to subdue the old man. ആത്മാവിൽ ജഡത്തിന്റെ ഈ പാപം അവനെ ഓരോ ദിവസവും നമ്മൾ എന്ത് ചെയ്യണം? അതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ജഡത്തിന്റെ പ്രവൃത്തിയെ മരപ്പിച്ച് ജീവിക്കുന്നതാണ് ക്രിസ്തീയ ജീവിതം. That is why you have to, it is a must. You have to have the Spirit, because it is through the Spirit that you're going to mortify the deeds of the flesh. You're going to control the flesh, the old man. And that is what Christian life. When you do that, that's ഞങ്ങൾക്ക് പുരുഷന്മാർക്ക് രാവിലെ എഴുന്നേറ്റ് ഈ ഷേവ് ചെയ്യും. 2 ദിവസം ഷേവ് ചെയ്തായിരുന്നല്ലോ. എവിടെയും പോകാൻ പറ്റുമോ? We get up in the morning and we shave. എന്തുകൊണ്ടാണ് ഡെയിലി ഷേവ് ചെയ്യുന്നത്? ഒരു ഷേവ് കൊണ്ട് എന്താ ഇവനങ്ങ് പോകാത്തെ? ഉദാഹരണം പറയാ. അതുപോലെ ഈ പാവം അകത്തിരിക്കുന്നതെന്ന് മനസ്സിലായോ? We shave every day. 2 days we don't shave. It's not good. We can, because it's going to come. So just like that. 4 ദിവസം ചെയ്തില്ലെങ്കിൽ പിന്നെയും അങ്ങോട്ട് കൂടി വരും. 10 ദിവസം ചെയ്തില്ലെങ്കിൽ അങ്ങ് ഭയങ്കര ഏതാണ്ട് കാട്ടിക്കടന്ന് താമസിച്ച പോലെ ആവും. നമ്മളൊന്ന് ശുദ്ധീകരിക്കാതെയും ഇവനെ ഇഞ്ചക്ട് ചെയ്ത് ഇരുത്താതെ ഇരുന്ന് കഴിഞ്ഞാൽ പതുക്കെ കുറച്ച് വരും, പൊങ്ങും. ഏതാ ജഡത്തിന്റെ പഴയ മനുഷ്യന്റെ സ്വഭാവം. ഇവനെ ഷേവ് ചെയ്ത് ക്ലീൻ ചെയ്ത് നമ്മൾ ഇരുത്തിയില്ലെങ്കിൽ ഇവൻ ഇങ്ങനെ വന്ന് നമ്മളെ കയറി അങ്ങ് മൂടി ഭയങ്കരമായിട്ട് നമ്മളൊരു ഇല്ലാത്ത അവസ്ഥയിൽ നമ്മളെ ആക്കിക്കളയും. ഡെയിലി ഒന്ന് ക്ലീൻ ചെയ്യാമോ? അതായി ആത്മാവിൽ ജീവിക്കുക എന്ന് പറയുന്നത്. ആമേൻ. So we shave every day. ആമേൻ പറഞ്ഞേനെ. So that this is all under control. So it doesn't overtake us. It doesn't overpower us. Just like that. Unless we do an everyday shaving of our soul, means controlling the flesh with the Spirit, that's going to overpower. ഞാൻ കഴിഞ്ഞ ആണ്ടർതിക്ക് ഒന്ന് ക്ലീൻ ചെയ്തതാ, ഷേവ് ചെയ്തു. ഇനിയിപ്പോൾ അടുത്ത ആണ്ടർതിക്ക് എവിടെ? എന്റെ പൊന്നെ, നിന്റെ മുഖത്ത് നോക്കാനേ പറ്റത്തില്ല ഇപ്പൊ. സ്വത്ര കാരണം I shaved last year end. Now I will shave next year end. If someone thinks like that, then you cannot look at that face. ഹല്ലേലൂയ. ഡെയിലി ഒന്ന് നമ്മുടെ ആത്മാവിനെ ഒന്ന് ക്ലീൻ ചെയ്യാമോ? സ്വത്രം. That's how it is. Daily we have to clean our spirit. You can't delay it. You can't postpone it. It will show up. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ നിഴലിടും.
the Holy Spirit will overshadow you. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. The Holy Spirit will come upon you. The power of God will overshadow you. എന്തിനാ ഈ ശക്തിയും പരിശുദ്ധാത്മാവും? What is the power? And what is the Holy Spirit? പഴയ മനുഷ്യനെ മരപ്പിച്ച് ജീവിക്കാൻ, It is to control the old man, the old natural man. അവനെ അടക്കി വെച്ച് അവനെ കൂട്ടിലാക്കിയിട്ടെങ്കിലേ ഇതിൽ നിന്ന് വിശുദ്ധ പ്രജ വെളിയിൽ വരത്തുള്ളൂ. സ്വത്രം. Only if you control that old man, only if you keep it under control, then the new man is going to be revealed. ആമേൻ. എത്രയോ നാളുകളായി ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. And this is what we've been learning for the longest time now. ഒന്ന് ചോദിക്കട്ടെ, ഇത്രയും ദിവസം കഴിഞ്ഞ ആഴ്ച പറഞ്ഞായിരുന്നു, ഓരോ ദിവസവും ഇതൊക്കെ ഒന്ന് ഓർത്ത് ധ്യാനിച്ച് ജീവിച്ച എത്ര പേരുണ്ട്? How many of you just thought about this, what we are learning? ഉണ്ടെങ്കിൽ ഞാൻ അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. In your days, Monday through Saturday. അതെ, ഇതെല്ലാം കേട്ടിട്ട് വീണ്ടും ചങ്കരം തെങ്ങല്. Even after hearing all these things, if Shankaran is still on the tree. നമ്മളിത് ഇതൊക്കെ കേട്ടിട്ട് പോയിട്ട് എൻ്റെ ദൈവമേ, എൻ്റെ കർത്താവ് ഇതാണല്ലോ, ഇതെങ്ങനെയാണല്ലോ ജീവിക്കേണ്ടതെന്ന് ഉറപ്പിച്ച് നമ്മൾ അതിനൊന്ന് സ്ഥാനം കൊടുത്ത് ജീവിച്ചാൽ ദൈവം സ്വർഗത്തിൽ നിന്ന് നമ്മളെ നോക്കിയിട്ട് എന്ത് പറയും? എൻ്റെ ദൈവമേ, എൻ്റെ വചനം വിട്ടത് കൊണ്ട് എന്തെങ്കിലും ഒരു കാര്യം നടന്നല്ലോ. സ്തോത്രം. എനിക്ക് വല്ലതും കിട്ടാനാണോ? We shouldn't be ഞാൻ like, ആണോ? സ്തോത്രം. we shouldn't be like, no matter how many times you hear the word, you will do only what you've been doing. You shouldn't be like that. We shouldn't be like that. The word has to make the change in us. We have to deliberately think about it and change it. Word Praise the Lord. needs to change. മക്കളെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഇത് കേട്ടിട്ട് പോയിട്ട് വീട്ടിൽ ചെന്നിട്ട് ബൈബിൾ ഓർക്കാറുണ്ടോ? ഈ കേട്ടതൊക്കെ ഒന്നും കൂടെ ഓർക്കാറുണ്ടോ? മാനസാന്തരപ്പെടാറുണ്ടോ? ഒന്ന് After ചിന്തിക്കും. you hear all these, once you go home, do you ever remember? Do you think about this? What you heard? What you heard on the Saturdays and Sundays? Do you remember that? Do you open your Bible and Praise think the Lord. about it? കാഹളം ധ്വനിക്കും. ഈ ശരീരം കണ്ണും വയ്ക്കുന്നതിനിടയിൽ രൂപാന്തരം നടക്കണം. Because one day trumpet is going to sound and the body will be transformed. പക്ഷെ അതിനു മുമ്പ് നമ്മുടെ അകത്ത് ക്ലീനിങ് നടക്കണം. Before that, our mind, our spirit has to be transformed in our mind. അങ്ങനെ ക്ലീൻ ചെയ്ത് മരപ്പിച്ച് ജീവിക്കുന്നവർ കാഹളം ധ്വനിക്കുമ്പോൾ മുകളിലേക്ക് അങ്ങ് പോകും. So whoever is controlling their own nature, the sinful nature, the old man, and live a life like that, then when the trumpet sounds, we will immediately go out. വിശുദ്ധ പ്രജ വെളിപ്പെടും. And that is how the Son of Man, the Holy One, will be revealed. ദൈവപുത്രൻ നമ്മൾ ഇന്ന് വെളിപ്പെടും. That is how the Son of Man is going to be ആമേൻ. revealed. ആമേൻ. യേശു ജനിച്ചതിന്റെ ഉദ്ദേശം ഇതാ. This is why Jesus was born, നമുക്ക് പാപത്തിന്റെ ക്ഷമ തരാൻ, so that we get the forgiveness of sins, നമ്മളെ പരിശുദ്ധാത്മാവിൽ നിറയ്ക്കാൻ, so that we are filled with the Holy Spirit, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു ജീവിക്കാൻ, so that we live a life under the control, നമ്മളിലുള്ള പഴയ മനുഷ്യനെ മരപ്പിച്ച് ജീവിച്ച് അവനെ പോലെ ആയിത്തീരാൻ. so that the old man inside, ഹല്ലേലൂയ. nature, natural man inside ആമേൻ. is controlled. ഈ വചനത്താൽ ദൈവം നമ്മളെ May God അനുഗ്രഹിക്കുമാറാകട്ടെ. bless us with these words. ഹല്ലേലൂയ. സ്തോത്രം. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. സ്തോത്രം. പരിശുദ്ധ പിതാവേ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കേൾപ്പിച്ച നല്ല വചനങ്ങൾക്കായി സ്തോത്രം. എൻ്റെ ദൈവമേ, നീ 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈ ലോകത്തിൽ വന്ന് വിശുദ്ധ പ്രജയായിട്ട് ജനിച്ചു. ആ മറിയിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിലൂടെ, പരിശുദ്ധാത്മാവിലൂടെ വിശുദ്ധ പ്രജ ലോകത്തിൽ വന്നു. അതേ വിശുദ്ധ പ്രജ, ദൈവപുത്രൻ ഞങ്ങളിൽ നിന്ന് വെളിപ്പെടാൻ സ്വർഗം നോക്കിയിരിക്കുന്നല്ലോ. ആ പരിശുദ്ധാത്മാവിലൂടെ, ആ പരിശുദ്ധാത്മാവ് നിറവിലൂടെ ഓരോ ദിവസവും കർത്താവെ, ഞങ്ങളിലുള്ള പാപ സ്വഭാവത്തെ കണ്ടറിഞ്ഞ് ഞങ്ങൾ മാനസാന്തരപ്പെട്ട് അതിനെ മരപ്പിച്ച് ജീവിപ്പാനുള്ള കൃപ അടിയനും കർത്താവെ ഇന്നിവിടെ വചനം കേട്ട ഈ മക്കൾക്കും എല്ലാ പ്രിയപ്പെട്ടവർക്കും അങ്ങ് നൽകി തരണമേ എന്ന് അങ്ങോട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നീ ഈ ലോകത്തിൽ വന്നതിൻ്റെ ഉദ്ദേശം, നീ ഞങ്ങളെ വിളിച്ചതിൻ്റെ ഉദ്ദേശം ഒന്നും പാഴായി പോകരുതേ. കാഹളം ധ്വനിക്കുമ്പോൾ ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ ശരീരം രൂപാന്തരപ്പെട്ട് മധ്യാകാശത്ത് കാണപ്പെടുവാൻ അങ്ങ് സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടാനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ ചോദിക്കുന്നു പിതാവേ.